ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെ കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിനെ കുറിച്ചും ആണ്. നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അത് ആക്ച്വലി ഒരു ഫിസിക്കൽ കമ്പോണൻസ് ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ കമ്പോണൻസ് ആണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. നമുക്കത് കാണാം, ടച്ച് ചെയ്യാനൊക്കെ പറ്റും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടിംഗ് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ ടുഗദർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. അത് ആക്ച്വലി കുറേ പ്രോഗ്രാംസിൻ്റെ കളക്ഷനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റയുടെ കളക്ഷനാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷനാണെന്നൊക്കെ പറയാം. ആ ഡാറ്റ അല്ലെങ്കിൽ ആ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ടാസ്ക് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് സോഫ്റ്റ്വെയറും അത് പ്രവർത്തിക്കുന്നത് ഹാർഡ്വെയറുമാണ്. അപ്പോൾ ഹാർഡ്വെയർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഫിസിക്കൽ പാർട്ടല്ല. ഹാർഡ്വെയർ ഫിസിക്കൽ പാർട്ടാണ്, എന്നാൽ സോഫ്റ്റ്വെയർ ഫിസിക്കൽ പാർട്ടല്ല, ഇൻടാഞ്ചിബിളാണ്. നമ്മുടെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസാണ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ആകുമ്പോൾ ടാഞ്ചിബിളാണ്, അതായത് ഫിസിക്കൽ പാർട്സാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻടാഞ്ചിബിളാണ്, അതായത് നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ പറ്റില്ല. അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഡാറ്റയൊക്കെയാണ്. പിന്നെ ഹാർഡ്വെയർ പറയുകയാണെങ്കിൽ ടാഞ്ചിബിളാണ്, അതായത് നമുക്ക് ടച്ച് ചെയ്യാനും കാണാനൊക്കെ കഴിയും, ഫിസിക്കൽ കമ്പോണൻസ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ നമ്മുടെ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസാണ് വിൻഡോസ്, MS ഓഫീസ്, ഫോട്ടോഷോപ്പൊക്കെ. പിന്നെ ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾസാണ് CPU, RAM, ഹാർഡ് ഡ്രൈവ്, മോണിറ്ററൊക്കെ. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനൊക്കെ കഴിയും. ഹാർഡ്വെയർ ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാനേ കഴിയുള്ളൂ. ഇതാണ് അതിൻ്റെ ഡിഫറൻസസ് പറയാനുള്ളത്. നമുക്ക് ഓരോ ടൈപ്സുകൾ നോക്കാം ഹാർഡ്വെയർസിൻ്റെ. ഒന്നാമത്തെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്, അതായത് നമ്മുടെ CPU ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നൊക്കെ പറയപ്പെടുന്നതാണ് ഈ CPU. ഈ CPUക്കകത്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ ആവട്ടെ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആവട്ടെ, എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് CPUക്കകത്ത് മാത്രമാണ്. പിന്നെ വരുന്നത് RAM. ഈ RAM അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയപ്പെടുന്നത് CPUക്കകത്തുള്ള സ്റ്റോറേജ് ഏരിയയാണ്. ഇത് ആക്ച്വലി ടെമ്പററി സ്റ്റോറേജാണ്. നമുക്ക് ഡാറ്റയ്ക്കും ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ടെമ്പററി സ്റ്റോറേജാണ് ഈ RAM എന്ന് പറയുന്നത്. അത് വോളട്ടൈലാണ്, അതായത് നമ്മുടെ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റയൊക്കെ ഇറേസ് ചെയ്ത് പോകും കേട്ടോ. പിന്നെ സ്റ്റോറേജ് ഡ്രൈവ് എന്ന് പറയപ്പെടുന്ന പെർമനൻറ്റ് സ്റ്റോറേജ് ഉണ്ട്. അതിനകത്ത് ഡാറ്റയും പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. പിന്നെ വരുന്നത് ഇൻപുട്ട് ഡിവൈസസ് ആണ്, അതായത് കീബോർഡ്, മൗസ്, സ്കാനർ ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്, മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മദർ ബോർഡ് ഉണ്ട്, അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണൻസിനെ കണക്ട് ചെയ്യുന്ന മെയിൻ സർക്യൂട്ട് ബോർഡാണ് ഈ മദർ ബോർഡ്. ഇതൊരു ഹാർഡ്വെയർ കമ്പോണൻ്റാണ്, അതും CPUക്കകത്താണ് നിലനിൽക്കുന്നത്. പിന്നെ പവർ സപ്ലൈ ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ കമ്പോണൻസിന് ആവശ്യമായിട്ടുള്ള പവറിനെ AC-യിൽ നിന്ന് DC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ പവർ സപ്ലൈ ആണ്. പിന്നെ ഗ്രാഫിക് കാർഡ്സ് ഉണ്ട്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രാഫിക് പ്രോസസ്സിങ്ങിലൂടെയാണ്. പിന്നെ സൗണ്ട് കാർഡ്സ് ഉണ്ട്, ഓഡിയോ ഔട്ട്പുട്ടിനും പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൗണ്ട് കാർഡ്സ്. എത്രയാണ് നമ്മുടെ ഹാർഡ്വെയർസിനെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെയാണ് ഹാർഡ്വെയർസ് ഉള്ളത്? CPU ഉണ്ട്, RAM ഉണ്ട്, ROM ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, സ്കാനർ ഉണ്ട്, മോണിറ്റർ ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, എക്സെട്ര. ഇതൊക്കെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസാണ്. മദർ ബോർഡ് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്, ഗ്രാഫിക് കാർഡ് ഉണ്ട്, സൗണ്ട് കാർഡ്, ഒരുപാട് ഹാർഡ്വെയർസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് ചുരുക്കിയിട്ട് നമ്മുടെ റാമിനെയും റോമിനെയും ഹാർഡ് ഡിസ്കിനൊക്കെ കൂടിയിട്ട് സ്റ്റോറേജ് ഡ്രൈവ് എന്ന് പറയാം. അതേപോലെ കീബോർഡിനും മൗസിനും സ്കാനറിനൊക്കെ കൂടി ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയാം. മോണിറ്ററിനെയും പ്രിൻ്ററിനെയും സ്പീക്കറിനെയും ഒക്കെ കൂടി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കാം, എങ്കിലും എല്ലാം ഹാർഡ്വെയർസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്.
മെയിനായിട്ട് 3 ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ ആണുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സോഫ്റ്റ്വെയർ. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ നല്ല നല്ല അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമായി പ്രൊവൈഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിളായിട്ട് വിൻഡോസ് ഉണ്ട്, മാക്കോയ്സ് ഉണ്ട്, ലിനക്സ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് ചില ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാംസോ സോഫ്റ്റ്വെയർസോ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ. അതായത് വേർഡ് പ്രോസസ്സിങ്, വെബ് ബ്രൗസിങ്, ഗെയിമിംഗ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ പെർഫോമൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസോ സോഫ്റ്റ്വെയർസോ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചും പറയാനുള്ളത്. നമ്മൾ ആദ്യം തന്നെ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു. അത് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സാണ് ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർസ് പറഞ്ഞു. കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസോ സോഫ്റ്റ്വെയർസോ ഡാറ്റയോ ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓരോന്നിനും ഡിഫറൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു? ഒന്ന് ടാഞ്ചിബിൾ ആണ്, അതായത് സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ ആണ്, ഹാർഡ്വെയർ ടാഞ്ചിബിൾ ആണ്. അതായത് ഹാർഡ്വെയർ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ കഴിയും, പക്ഷേ സോഫ്റ്റ്വെയറിന് കഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിൻ്റ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വെച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഹാർഡ്വെയർ ആണ്. പിന്നെ എക്സാമ്പിൾസ് പറഞ്ഞു. സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണ് വിൻഡോസ്, MS ഓഫീസ്, ഫോട്ടോഷോപ്പ് ഒക്കെ, PPT ഒക്കെ. നമ്മുടെ ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? CPU, RAM, ഹാർഡ് ഡ്രൈവ്, മോണിറ്റർ ഒക്കെയാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഹാർഡ്വെയർ ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു. CPU ഉണ്ട്, RAM ഉണ്ട്, ROM ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, സ്കാനർ ഉണ്ട്, മോണിറ്റർ ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. മദർ ബോർഡ് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്, ഗ്രാഫിക് കാർഡ് ഉണ്ട്, സൗണ്ട് കാർഡ് ഉണ്ട്. ഇത്രയും ഹാർഡ്വെയർസ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഉള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒന്നാമത്തെ. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എക്സാമ്പിളായിട്ട് വിൻഡോസ് ഉണ്ട്, മാക്കോയ്സ് ഉണ്ട്, ലിനക്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്പെസിഫിക് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്ന പ്രോഗ്രാംസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. വേർഡ് പ്രോസസ്സിങ്, വെബ് ബ്രൗസിങ്ങും ഗെയിമിംഗ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇത്രയാണ് ഹാർഡ്വെയറിനെ കുറിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചും പറയാനുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.